ഒടുവിൽ ആ തീരുമാനം വ്യക്തമാവുകയാണ്. ഹൈക്കമാൻഡിന് താല്പര്യം KC വേണുഗോപാലിനെയാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കേരള രാഷ്ട്രീയം നിർണായകമായ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. മുഖ്യമന്ത്രി പദമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങളില്ല എന്ന കടുത്ത നിലപാടിലാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും. അപ്പോൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി KC വേണുഗോപാലാകും എന്ന് ഏറെക്കുറെ ഉറപ്പാവുകയാണ്. അത് തീരുമാനിക്കാൻ ഇന്ന് കോൺഗ്രസ് അധ്യക്ഷന്റെ വസതിയിലാണ്, ഡൽഹിയിലാണ് നിർണായക യോഗങ്ങൾ നടന്നത്. MLA-മാരുടെ ഒരു വലിയ വിഭാഗം KC വേണുഗോപാലിനൊപ്പമാണെന്ന് ഡൽഹി വിലയിരുത്തുകയും ചെയ്തു. സ്വാഭാവികമായും KC വേണുഗോപാലിന് ഒപ്പമാണ് ഈ MLA-മാരുടെ ഒരു വലിയ വിഭാഗം എന്നത് അദ്ദേഹത്തിന് ഒരു നേട്ടമാകുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡും KC വേണുഗോപാലിന് ഒപ്പമാണ്. ഇനി VD സതീശന്റെ നിലപാടെന്ത്, ലീഗിന്റെ നിലപാടെന്ത്, ഈ മന്ത്രിസഭയിൽ ലീഗ് എന്തെങ്കിലും കടുംപിടുത്തങ്ങളിലേക്ക് നീങ്ങുമോ, തങ്ങൾ ഇല്ല എന്ന ഒരു കടുത്ത പ്രഖ്യാപനത്തിലേക്ക് ലീഗ് നീങ്ങുമോ, അങ്ങനെയുള്ള ശ്രുതികൾ കേൾക്കുന്നു. പക്ഷേ അഭിപ്രായം ചോദിക്കുമ്പോൾ മാത്രമേ ലീഗ് അതിന് മറുപടി പറയൂ എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ലീഗിന്റെ നിലപാടെന്ത്, KC വേണുഗോപാൽ എന്ത് നിലപാട് ലീഗിനോട് സ്വീകരിക്കും, ഒപ്പം VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും എന്തു നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ നിർണായകമാവുകയാണ്. എന്നോടൊപ്പം കിരൺ ബാബു ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. കിരൺ ബാബു, ഇനി എത്ര സമയം കൂടി ആ നിർണായക പ്രഖ്യാപനത്തിന് കാത്തിരിക്കണം? കാര്യങ്ങൾ ഏറെക്കുറെ തീരുമാനമായില്ലേ? അങ്ങനെ ഒരു തീരുമാനമാവുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചയിൽ പൂർണ്ണമായും മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും അടക്കം നിൽക്കുന്ന ഒരു ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ചയിൽ നിന്ന് അവരേതെങ്കിലും ഘട്ടത്തിൽ ആ ചർച്ച അവസാനിപ്പിക്കാതെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഏറ്റവും അടുത്ത നേതാക്കളടക്കം അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ കഴിയില്ല എന്നുള്ളത് കൂടിയുണ്ട്. ആദ്യ റൗണ്ട് ചർച്ച നടന്നപ്പോൾ ആദ്യ റൗണ്ട് ചർച്ചയിൽ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ഉണ്ടായിരിക്കുന്നത് KC വേണുഗോപാലിനാണ് എന്നുള്ള വിവരം VD സതീശനെയും രമേശ് ചെന്നിത്തലയും അറിയിച്ചിട്ടുണ്ട്. ഈ രണ്ടുപേരും എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ക്ലെയിം ഉള്ളത് എന്നത്, MLA-മാരുടെ ഭൂരിപക്ഷത്തിനപ്പുറം എങ്ങനെയാണ് ക്ലെയിം ഉള്ളത് എന്ന് വ്യക്തമാക്കി. ആ ഒരു പടി കൂടി കടന്ന് VD സതീശൻ എങ്ങനെയാണ് KC വേണുഗോപാൽ ഇങ്ങനെ ഒരു ഭൂരിപക്ഷം നേടിയത്, അത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അക്കാര്യത്തിൽ ചില വാഗ്ദാനങ്ങൾ ചിലർക്ക് നൽകി സമ്മർദ്ദമുണ്ടാക്കി ആ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രം നേടിയ ഒരു ഭൂരിപക്ഷമാണ്. അത് കൃത്രിമമായ ഭൂരിപക്ഷമാണ്. അതാണ് ചോദ്യം. ഇത് ഒരു ഹൈക്കമാൻഡിന്റെ അംഗം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ ഭാഗം എന്ന നിലയിൽ KC വേണുഗോപാലിന് കിട്ടിയ ഭൂരിപക്ഷമാകാം. പക്ഷേ ഇവിടെ ഈ ഹൈക്കമാൻഡ്, കിരൺ ദീർഘകാലം ഡൽഹിയിൽ പ്രവർത്തിച്ചുള്ള ഒരാളാണ്. അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരാളാണ്. ഈ തെരുവിൽ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഹൈക്കമാൻഡിനെ ബാധിക്കുമോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത്, ഈ ഘടകകക്ഷികൾക്ക് ഹൈക്കമാൻഡിനെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിൽ ആക്കാൻ കഴിയുമോ? VD സതീശന് പ്രതീക്ഷയുടെ എന്തെങ്കിലും നാമ്പ് അവശേഷിക്കുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം മനു പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ ഈ തെരുവിൽ നടക്കുന്ന സമരങ്ങളെ അല്ലെങ്കിൽ സമ്മർദ്ദത്തെ ഹൈക്കമാൻഡിനെ ബാധിക്കുമെന്നുള്ളതാണ്. അത് ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും. കാരണം ഹൈക്കമാൻഡിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ എവിടെ പരിശോധിച്ചാലും കോൺഗ്രസ് ഒരു സംസ്ഥാനത്തും മുഖ്യമന്ത്രിമായ തീരുമാനത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഇത്തരം വിഷയത്തിലോ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയാൽ, എന്നിട്ട് കേരളത്തിന്റെ അവസ്ഥ തന്നെ, K കരുണാകരനെ പോലെ ഒരു നേതാവ് സമ്മർദ്ദ തന്ത്രവുമായി മുന്നിലേക്ക് വന്നപ്പോൾ അതിന് വഴങ്ങില്ല എന്ന് തീരുമാനിച്ചാണ്. യോജിച്ച് തീരുമാനമെടുത്താൽ തീരുമാനമെടുക്കും. സമ്മർദ്ദമാണ് ഒരാളുടെ വഴിയെങ്കിൽ അതിന് വഴങ്ങില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം. അതിന്റെ പേരിൽ വലിയ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. പക്ഷേ നഷ്ടമുണ്ടായാലും അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പരമ്പരാഗതമായ ശീലമാണ്. ആ ശീലത്തിന് ഇതുവരെയും ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഏറ്റവും ചെറിയ ഒരു മാറ്റം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ വാശിക്കുമില്ലായിരുന്നു ഒരിക്കൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ കാര്യത്തിൽ. അത് പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനമൊന്നും ആയിരുന്നില്ല. അത് യൂത്ത് കോൺഗ്രസിന്റെ ചുമതല ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയുടെ മാത്രം ഒരു തീരുമാനമായിരുന്നു. അവിടെ അല്ലാതെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വലിയ തിരിച്ചടികൾ പല സംസ്ഥാനങ്ങളിലും വന്നിട്ടുണ്ട്. എന്നിട്ട് കർണാടകയിൽ ഏറ്റവും പ്രബലനായ നേതാവ് DK ശിവകുമാർ ഒരു ഭാഗത്തുനിന്ന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള MLA-മാർ സമ്മർദ്ദം ചെലുത്തുന്നു. കർണാടക വിജയത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഫാക്ടറായിരുന്നു DK ശിവകുമാറാണ്, സംശയമില്ല. പക്ഷേ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ അത് സിദ്ധരാമയ്യയുടെ കൂടെയാണ്. അവിടെ സിദ്ധരാമയ്യയുടെ ഒപ്പം ഇവിടെ ലീഗിന് എന്തെങ്കിലും നിർണായകമായ ഒരു പങ്കിനി വഹിക്കാനുണ്ടോ, അതോ KC വേണുഗോപാലിന് വളരെ ഈസിയായി മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘടകകക്ഷി മാത്രമാണോ ലീഗ്? എന്താണ് അതിൽ കിരണിന്റെ ഒരു നിലപാട്?
ഇതിനകത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ആരിടപെട്ടാലും അത് സതീശന്റെ ഇടപെടലാണ് നമുക്ക് കരുതേണ്ടി വരും. നമുക്കത് കൃത്യമായിട്ട് അതിന്റെ വിവരം അറിയില്ല. അല്ലെങ്കിൽ ലീഗ് തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അവർ മനഃപൂർവ്വം അത്ര ഒരു കുഴിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കായിരുന്നു എന്ന് പറയുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയിട്ടില്ല. അങ്ങനെ ഒരു പതിവ് കേരളത്തിൽ ഇതുവരെയും ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ തീരുമാനിച്ചപ്പോഴോ കെ കരുണാകരനെയോ എ കെ ആന്റണിയോ ഒന്നും തീരുമാനിച്ചത് ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയില്ല. ഘടകകക്ഷികൾ കോൺഗ്രസിൽ കെ കരുണാകരനെ മാറ്റാൻ വേണ്ടിയൊക്കെ വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഘടകകക്ഷിയുടെ അഭിപ്രായം തേടി ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു പതിവ് കോൺഗ്രസിലില്ല. ഇത് ലീഗിന് ചില അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട്, ഘടകകക്ഷികൾക്ക് പറയാനുണ്ട്. ഞങ്ങൾ വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ടു. പക്ഷേ ആ കണ്ട സമയത്ത് അവർ കൃത്യമായി വി.ഡി. സതീശന്റെ പേര് പറയുകയും ഒക്കെ ചെയ്തു. അത് ഒരു പ്രതിസന്ധി തന്നെയാണ് നിലവിൽ. കാരണം ഇപ്പോൾ ആ പ്രതിസന്ധിക്ക് ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം വയനാടാണ്. വയനാട് സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനമാണ് ലീഗിന്റെ പിന്തുണ. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ലീഗും കോൺഗ്രസും അത്രത്തോളം യോജിച്ചാണ് ഇത്തവണ പോയത്. അങ്ങനെ യോജിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ ടീം യു ഡി എഫ് ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആൾ വി.ഡി. സതീശനാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വി.ഡി. സതീശന്റെ ആ പോസിറ്റീവ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ ഈ ഘടകകക്ഷികളെല്ലാം കൂട്ടി യോജിച്ചുകൊണ്ട് തനിക്ക് വേണ്ടിയുള്ള വാദം ഉന്നയിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു രീതി വെച്ചിട്ട് ഘടകകക്ഷികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവരുടെ CLP ലീഡറെ തീരുമാനിക്കുന്ന രീതി കോൺഗ്രസിനെ സംബന്ധിച്ച് പലപ്പോഴും ഇല്ല. കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. അവിടെ നോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭൂരിപക്ഷം MLA-മാർ ആരെ പിന്തുണയ്ക്കുന്നു, ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമാണ് കേരളത്തെ സംബന്ധിച്ച് ഇതൊരു മുന്നണി മന്ത്രിസഭയാണ്. ഈ മുന്നണി മന്ത്രിസഭയുടെ പ്രതിച്ഛായയും അതിന്റെ കെട്ടുറപ്പും കോൺഗ്രസിന് പ്രധാനമാണ്. കാരണം അങ്ങനെ ഇത്ര ഒരു വലിയ വിജയമുണ്ടാക്കിയ സ്ഥലത്ത് വീണ്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ നാണക്കേട് ഉണ്ടായാൽ അത് കോൺഗ്രസിന് ആകെ കൂടി നാണക്കേടാവുന്ന അവസ്ഥ ഈ മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിയുമോ? വി.ഡി. സതീശൻ സമ്മർദ്ദം ചെലുത്തി KC വേണുഗോപാൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ? രമേശ് ചെന്നിത്തലയെ പറഞ്ഞനുനയിപ്പിച്ച് ഈ മന്ത്രിസഭയ്ക്കൊപ്പം നിർത്താൻ അല്ലെങ്കിൽ അതിന്റെ ഭാഗമാക്കാൻ ഈ ഹൈക്കമാൻഡിന് കഴിയുമോ? മനു, നിലവിൽ രണ്ടുപേരും അറിയിച്ചിരിക്കുന്നത് നമുക്ക് അവിടെ വരെയുള്ള പോയിന്റാണ് നമ്മളുടെ കയ്യിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. അത് രണ്ടുപേരും മുഖ്യമന്ത്രി അല്ല എങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാട് തന്നെയാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കൃത്യമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ തന്നെയാണ് രണ്ടുപേരും ഉറച്ചു നിൽക്കുന്നത്. അതിനുശേഷം ചർച്ചകൾ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20-25 മിനിറ്റ് 30 മിനിറ്റായി ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് ഒരു ക്ലോസ് ഡോർ ചർച്ചകളാണ് നടക്കുന്നത്. അവിടെ ഇവർ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഈ നേതാക്കൾ എപ്പോഴും കോൺഗ്രസ് അങ്ങനെയാണ്. ഒരു വല്ലാത്ത പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ മറ്റ് നേതാക്കളുമായിട്ടൊന്നും ചർച്ചയില്ല. ആരാണ് ഗ്രൂപ്പ് നേതാവ്, അല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഗ്രൂപ്പ് നേതാവിനെയായിരുന്നു വിളിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളായി നിൽക്കുന്നത് ഇവർ 3 പേരാണ്. അവരെ 3 പേരെ നിർത്തിക്കൊണ്ട് അവരെ ഒറ്റയ്ക്കും കൂട്ടായും ചില ചർച്ചകൾ നടത്തി അതിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം അംഗീകരിക്കില്ല എന്ന് വീണ്ടും വാശി പിടിച്ചു പോവുകയാണെങ്കിൽ ചിലപ്പോൾ തീരുമാനം ഇന്നത്തേക്ക് മാറ്റിവെക്കാനോ അത് പിന്നീട് രമേശ് ചെന്നിത്തലയുടെ ഒക്കെ നിലപാട് ഇവിടെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ലെങ്കിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി വിഷയത്തിൽ ഇടപെടണമെന്നുള്ളതാണ്. സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് വിഷയം പോകാൻ അങ്ങനെ ഒരു ധാരണയായെങ്കിൽ സോണിയാഗാന്ധിയെ സംബന്ധിച്ച് സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് എല്ലാം കേട്ട് സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കുന്ന ആളല്ല. സോണിയാഗാന്ധി സ്വാഭാവികമായും ആ തീരുമാനമെടുക്കാൻ ചിലപ്പോൾ 1-2 ദിവസം എടുക്കും. സമയമെടുത്ത് സോണിയാഗാന്ധിക്ക് വിശ്വസ്തരായ നേതാക്കളൊക്കെ ഉണ്ട്, എ കെ ആന്റണി അടക്കമുള്ള നേതാക്കളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ചിലപ്പോൾ അഭിപ്രായം സോണിയാഗാന്ധി തേടും. അല്ലാതെ എ കെ ആന്റണി അങ്ങോട്ട് വിളിച്ച് സോണിയാഗാന്ധിയുടെ അഭിപ്രായം പറയാനുള്ള സാധ്യതയില്ല. അങ്ങനെ ഒരു അഭിപ്രായത്തെ തേടി ചിലപ്പോൾ അത്തരത്തിൽ ചില സമവായത്തിലേക്ക് നീക്കത്തിന് ആന്റണിയൊക്കെ ചുമതലപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ക്ഷമിക്കണം, മുൻകാലങ്ങളിലും ഇത്തരത്തിലേക്കുള്ള പ്രസിദ്ധിയൊക്കെ വരുമ്പോൾ സോണിയാഗാന്ധിയുടെ മുന്നിലാണ് വിഷയമെത്തുമെങ്കിൽ അത് ഇന്നൊരു തീരുമാനം ഉണ്ടാവില്ല. 1-2 ദിവസം ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ തരത്തിലേക്ക് പോകാൻ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് അടക്കം ഇപ്പോൾ പ്രശ്നം പരിഹരിക്കാതെ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് പ്രശ്നം എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം രമേശ് ചെന്നിത്തല എന്തായാലും നടത്തുമെന്ന് അത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് ഈ കൂട്ടത്തിൽ സോണിയാഗാന്ധിയുമായി അത്തരത്തിലൊരു ബന്ധമുള്ളതും സോണിയാഗാന്ധി പറഞ്ഞാൽ കൂടുതൽ കേൾക്കേണ്ടി വരുന്ന ഒരാളൊക്കെ രമേശ് ചെന്നിത്തലയാണ്. KC വേണുഗോപാലാണെങ്കിൽ സോണിയാഗാന്ധിയേക്കാൾ രാഹുൽ ഗാന്ധിയുമായിട്ടാണ് ബന്ധം. വി.ഡി. സതീശനെ സംബന്ധിച്ച് ചിലപ്പോൾ അദ്ദേഹം വൈകാര്യമായ തീരുമാനം മുമ്പ് എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇനി അങ്ങനെ ഒരു വൈകാര്യ തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം പറയുന്നത് ഏതായാലും അവിടെ സങ്കീർണമായ സാഹചര്യങ്ങളാണ്. അപ്പോൾ കിരൺ ബാബു അവിടെ നിന്ന് നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.